വെൽക്കം ബാക്ക് ഇൻ ആർക്കിഡോസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഡേറ്റ് 23-ാം തീയതി നമ്മൾ ദുബായ് ഷോപ്പ് കുറച്ച് കാലം പൂട്ടിയിട്ട് എടുക്കുക. നിങ്ങൾക്ക് അറിയാലോ, റിനോവേഷൻ്റെ ഭാഗം 2022 നമ്മൾ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഷോപ്പിൻ്റെ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമ്മൾ എന്താക്കി, ഷോപ്പ് പണിയൊക്കെ എടുപ്പിച്ച് ഒരു പുതിയ രൂപത്തിലാക്കി. അത് മാത്രമല്ല, നമ്മളെ വീഡിയോസ് കാണുന്ന ഒരുപാട് പേരുണ്ട്, അവരൊക്കെ കാത്തിരിക്കുന്നത് നമ്മളെ ഷോപ്പ് തുറക്കാൻ വേണ്ടിയിട്ടാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് 1 ഇയർ വാറൻറ്റി UAE-യിൽ നിങ്ങൾക്ക് കിട്ടുക. അത് മാത്രമല്ല നാട്ടിലും വാറൻറ്റി കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ ഷോപ്പ് ഒരു 10-11 ആകുമ്പോൾ ഇനാഗ്രേഷൻ നമ്മൾ പ്ലാൻ ആക്കിയിട്ട് നോക്കാം. എന്നാലും കുറച്ച് പണികളുണ്ട്. എന്തായാലും സംഭവം സെറ്റാക്കിയിട്ടുണ്ട്, പഴയതിലും അടിപൊളിയാക്കിയിട്ടുണ്ട്. സോ കൂടെ നിന്ന് എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ നമ്മൾ ഷോപ്പിൻ്റെ അവിടേക്ക് പോവാണ്. ഫായിസ്, അൻസ്, എല്ലാവരും ഉണ്ട്. അപ്പം ഫായിസ സെറ്റാക്കാൻ പോണ്. ഫുൾ ടൈം ബിസി ആണല്ലേ ജി? ഏതാ മറ്റേ മസ്താങ്ങനെ ഓടിക്കുള്ള ഇതില് റൂഫ് തുറന്നിട്ടിട്ട് ഓടിക്കുള്ളൂ ബോസ്. എങ്ങനെ അത് ശരിയാണ്. അപ്പോൾ നമ്മളെന്തായാലും ഞാൻ വണ്ടിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടില്ല. ഇൻഷാ അല്ലാ തീർച്ചയായിട്ടും ഞാൻ ഡീറ്റെയിൽഡ് റിവ്യൂ ഞാൻ പറഞ്ഞു തരാം. കുറച്ച് മുമ്പ് ഞാൻ വീഡിയോ നമ്മൾ എടുത്ത് ജസ്റ്റ് ഒരു ഡെലിവറി വീഡിയോ ആണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ. സോ ഗൈസ്, ഞാൻ വണ്ടിന് യൂസ് ചെയ്ത ഒരു എക്സ്പീരിയൻസ് വീഡിയോ ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ നമുക്ക് നേരെ നമ്മളെ ഷോപ്പിലേക്ക് പോവാം അല്ലേ? പൊളിക്കല്ലേ പൈസ? കാർമേഘങ്ങളൊക്കെ നല്ല ഇരുണ്ടുകണ്ട് നല്ല മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. സോ ഇതാ സീറ്റ് ഇങ്ങനെ മടക്കിയിട്ട് വേണം ഒരാൾ കയറാൻ. ആ സീറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ആക്കിക്കേ. അപ്പോൾ ഞങ്ങൾ ഇപ്രാവശ്യം ഒരുപാട് വെറൈറ്റിയിൽ, അതായത് നമ്മളെല്ലാ കാര്യങ്ങളും നമ്മളെ പ്ലാൻസ് മൊത്തം ചേഞ്ചസ് വരുത്തിയിട്ടാണ് ഷോപ്പ് തുറന്നിട്ടുള്ളത്. കാലിക്കറ്റ് ഷോപ്പ് ഓപ്പൺ ആക്കിയത് മുതലേ അങ്ങനെ തന്നെ അല്ലേ പൈസ? അപ്പോൾ ഇതിനു മുമ്പ് വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ, ഞങ്ങൾക്കൊരു കാര്യം പറയട്ടെ. നമ്മളൊരു സംഭവം ചെയ്യുമ്പോൾ, ഞാൻ ഇതിന് മുമ്പേ നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു സംഭവം ചെയ്തപ്പം അത് ഏറ്റവും കൂടുതൽ ഇപ്പം നമ്മളൊരു പരിപാടിക്ക് നമുക്ക് എന്താ ആഗ്രഹിക്കും, നമ്മളെ ഫ്രണ്ട്സുകൾ സപ്പോർട്ട് ചെയ്യും നമ്മൾ വിചാരിക്കും, നമ്മളെ ഫാമിലീസ് നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കും. പക്ഷെ മക്കളെ, നമ്മളെ അനുഭവം കൊണ്ട് പറയണം മോനെ, ഇങ്ങെടുത്തോ നിങ്ങൾ ഒരാൾ നന്നാവുണ്ടെങ്കിൽ നിങ്ങളെ കുടുംബത്തിൽ അതാർക്കും മിക്കവാറും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. എന്തായിരിക്കും ഒരാൾ അനുഭവം കൊണ്ടാണ് അല്ലേ? അനുഭവം കൊണ്ടാണ്. അത് എൻ്റെ ഒരു കാര്യം, നമ്മളൊരു കാര്യം നമ്മളെന്താ വെച്ചാൽ അറ്റ്ലീസ്റ്റ് ഒരു സംഭവം നമ്മളൊരു ലൈഫിൽ നടക്കുന്ന ഒരു അച്ചീവ്മെൻറ്റോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ സ്വാഭാവികം സപ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ കിട്ടൂല. നമ്മൾ വിചാരിക്കും ഓരൊക്കെ ചിലപ്പോൾ കണ്ടിട്ട് കാണാതെ പോലെ നിൽക്കും അല്ലേ? തീർച്ചയായിട്ടും. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഉണ്ടാക്കണ സംഗതി നമ്മൾ തന്നെ ഉണ്ടാക്കണം. ആരും ഒന്നും കൊണ്ടൊന്നും തരൂല. പിന്നെ നമ്മള് കൂടെ വിജയിക്കുമ്പോ കുറെ ആൾക്കാർ നമ്മളെ കൂടെ ഉണ്ടെന്ന് വിചാരിക്കും. പക്ഷെ നമ്മള് തോറ്റ് കഴിഞ്ഞാൽ മനസ്സിലാവും ആരൊക്കെയാണ് കൂടെ ഉണ്ട്. സത്യമായിട്ട് ഞാനത് സംഭവിക്കിട്ട് പറയല്ലോ. എന്നോട് കുറെ ആൾക്കാർ വീഡിയോ ചെയ്യുമ്പോൾ ചോദിക്കും ആരാണ് അത്രമാത്രം വീഡിയോ എല്ലാവരും ഞാൻ പറയണില്ല കേട്ടോ, എല്ലാവരും നമ്മൾ പറയണില്ല. ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ ഇതിൽ ചില ആളുകൾ എന്ന് പറഞ്ഞാൽ നമ്മളെ വെറും സ്റ്റാറ്റസ് വ്യൂവർ മാത്രം ആവാം, അല്ലെങ്കിൽ മെയിൻ എന്താണ് സംഭവം എന്ന് അറിയില്ല. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സപ്പോർട്ടിങ്, കാരണം എന്താ വെച്ചാൽ നമുക്ക് പറഞ്ഞാൽ മെയിൻ സപ്പോർട്ടിങ് തന്നെയാണ് വേണ്ടത്. സപ്പോർട്ടിങ് ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതല്ലാതെ ഒരു കാര്യങ്ങളും മുന്നോട്ട് ആർക്കും പോകാൻ പറ്റില്ല. ഇപ്പോൾ ഒരു യൂട്യൂബ് ആയാലും ഒരു ബിസിനസ് ആയി കഴിഞ്ഞാലും അതങ്ങനെയാണ്. നമുക്കൊരാളെ സപ്പോർട്ടിങ് നിർബന്ധമായിട്ടും വേണം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ എങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ഒഴി വെട്ടുക എന്ന് പറയില്ല. ആ ഒരു സംഭവം പലതും അനുഭവിച്ച് അതേമാതിരി അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഇതൊക്കെ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും നമ്മള് എന്താ പറയാ, അതിന്റെ ആ ഒരു സംഗതി നമ്മൾ കാണിക്കരുത്. നമ്മൾക്ക് ഇവിടെ വന്ന എന്തിനാ, അല്ലെങ്കിൽ നമ്മൾ എന്തിനാ ഇറങ്ങി തിരിച്ചത്, അതെന്താ ചെയ്യാ ഫുൾഫിൽ ചെയ്യാം. അപ്പോ നമ്മള് ഇതാ പോയിക്കൊണ്ടിരിക്കുന്ന ഷോപ്പിലേക്ക്. പണ്ട് ഇതാ റാസിക്ക് അൾട്ടോ ഓടിച്ചിരുന്ന വ്യക്തിയാണ്. എല്ലാവർക്കും ഇതിലൊക്കെ എത്താം. ഞാനൊരു ഒരൊറ്റ കാര്യം കൂടി പറയുള്ളൂ, കൂടുതലൊന്നും പറയാനില്ല. ഡ്രീംസ് എന്ന് പറഞ്ഞത് നമ്മുടെ ലൈഫിൽ നമുക്ക് ഉണ്ടാവും. തളർത്താണ്ട് നിങ്ങളാരും സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങളോട് അത് ചെയ്തോ ഇത് ചെയ്തോ എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരില്ല. പക്ഷെ അത് നിങ്ങൾ തന്നെ വഴിവെട്ടണം. നെഗറ്റീവ്സ് ഉണ്ടാവും. ഇതൊന്നും ഇതാകുമ്പോൾ ഇത് ചൊറിയാൻ ആൾക്കാരുണ്ടാവും, നെഗറ്റീവ് പറയാൻ ആൾക്കാരുണ്ടാവും. പറഞ്ഞോട്ടെ, നമ്മൾ ക്യാഷ് മുടക്കി നമ്മളെടുത്ത് ഇപ്പോൾ വണ്ടിയല്ല ഏത് സംഭവങ്ങളായാലും നമ്മൾ കൊടുക്കുന്നത് നമ്മളെ ഇഷ്ടം അല്ലേ? നമ്മളായിട്ടിരുന്ന പോലെ. അപ്പോൾ മറ്റുള്ളവരിതിൽ മറ്റുള്ളവർ ക്യാഷ് മേടിച്ചിട്ട് കടം മേടിച്ചിട്ട് ഒന്നല്ല നമ്മൾ ചെയ്യുന്നത്. സോ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. മോട്ടിവേഷൻ
മോട്ടിവേഷൻ മാത്രമായി പോകും വീഡിയോ. സോ അനുഭവം പറഞ്ഞു തരുന്നല്ല, വേറെ സംഭവം ഒന്നുമില്ല. എല്ലാവർക്കും ഇതേപോലെ പല അനുഭവങ്ങളും ഉണ്ടാവും. ഞാൻ ഇതിന് മുമ്പ് ഇതേപോലെ ഞങ്ങളിങ്ങനെ വീഡിയോസ് ഇട്ടിരുന്നു, ഇതേപോലെ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞിട്ട്. ലൈഫിൽ എല്ലാവർക്കും ഉണ്ടാവും അനുഭവങ്ങൾ. അത് നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അച്ചീവ്മെൻറ്റ് ഡ്രീംസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് നമ്മളെ ഡ്രീംസിൽ ഒരാൾ കൈ കടത്തിയിട്ട് നെഗറ്റീവ് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ പകുതി വെച്ചിട്ട് ഉപേക്ഷിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാം നമുക്ക് വിടാം. പിന്നെ എന്താ പറയാ, നമ്മളെ കസ്റ്റമേഴ്സിന് നമ്മൾ ഇന്നേ വരെ ഒരു സംഗതി ചോദിച്ചു വന്നിട്ട് ഇപ്പോൾ വാറണ്ടി കഴിഞ്ഞതായപ്പോൾ നമ്മൾ നല്ല സംഗതികളാണെങ്കിൽ നമ്മൾ നല്ല രൂപത്തിൽ നമ്മളെല്ലാം നമ്മൾ കൈകാര്യം ചെയ്യും. എന്തും ആയിക്കോട്ടെ എല്ലാ സംഗതി. കാരണം നമ്മളെ വിശ്വസിച്ച ഒരാളെ നമ്മൾ ഫോൺ എടുക്കാൻ വരുന്ന സമയത്ത് തിരിച്ച് അതേ ഒരു വിശ്വാസം നമ്മൾ ട്രസ്റ്റ് തിരിച്ച് നമ്മൾ കൊടുക്കുന്നുണ്ട്. കൺഫേം നമ്മൾ എങ്ങനെയാണോ അവർ നമ്മൾ ബിഹേവ് ചെയ്യണം തിരിച്ച് അതേമാതിരി നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു സംഗതി ഒരു കൊടുക്കലുണ്ട്. ചെയ്യുന്നത് കച്ചവടമാണ്, ബിസിനസ്സാണ്, ഒക്കെ ഓക്കെ. പക്ഷെ നമ്മളെടുത്തൊരു സാധനം വാങ്ങിക്കഴിഞ്ഞാൽ അത് കറക്റ്റ് അതിന്റെ എന്താണോ അതിന്റെ കറക്റ്റ് ഔട്ട്പുട്ട് അത് നമ്മൾ കൊടുത്തിരിക്കും. നമ്മളിപ്പോ എല്ലാവർക്കും അറിയാം, നമ്മളിപ്പോ ഹാപ്പി കസ്റ്റമർ വീഡിയോ ചെയ്യുന്നുണ്ട്, അതേമാതിരി ബാക്കിയുള്ള വീഡിയോ ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ ജെന്യൂൻ ആയിട്ടാണ്, അല്ലാതെ എല്ലാരും വന്ന് ഫസ്റ്റ് നമ്മൾ ചോദിക്കുന്ന സംഭവം ഉണ്ട്, എന്താണ് നമ്മൾ പറയേണ്ടത്. പേടിണ്ടാവും, നിൽക്കാൻ ആഗ്രഹം ഉണ്ടാവും, മുഖം കാണിക്കുന്നൊക്കെ ആഗ്രഹം ഉണ്ട്. അതൊക്കെ ആഗ്രഹം ഇല്ലാത്തതുകൊണ്ട് എല്ലാവരുടെ ഫോട്ടോ ഒന്നും വരുന്നില്ല, ഹാപ്പി കസ്റ്റമർ വീഡിയോ വരുന്നില്ല, ഒന്നല്ല. എല്ലാവരും നമ്മൾ ചോദിച്ചിട്ടാണ് നമ്മളൊക്കെ ചെയ്യുന്നത്. ഏറ്റവും വലിയ കാര്യം എന്താ പറയുക, ഞാൻ പറയാം, ഷോപ്പ് തുടങ്ങിയത് 2022 ഞാനിപ്പോൾ റിനോവേഷൻ ടൈമിൽ ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ ഫൈസ ജെന്യൂനായിട്ട് ഞാൻ പറയാണ്, എന്താ വെച്ചാൽ ഈ വീഡിയോ ഇട്ടിട്ട് ഷോപ്പ് ഓപ്പൺ ആക്കാതെ എത്ര ഫോൺ ഞാൻ വിറ്റിട്ടുണ്ട്. ഇതേപോലെ ഏകദേശം 10 മേൽക്ക് ഞാൻ വിട്ടിട്ടുണ്ട്. ഞാൻ കാരണം ഈ നോമ്പ് കഴിഞ്ഞ് ബ്രാൻഡ് കണ്ടിട്ടാണ് എനിക്ക് അതിൽ സത്യം പറഞ്ഞാൽ അല്ല മിന്നറിഞ്ഞല്ല ഫ്ലൈറ്റ് പോയതാണ്. ഫ്ലൈറ്റ് പോകണൊക്കെ മഴ ഇങ്ങനെ പൊടിയുന്നുണ്ട് ഒരു ഡൗട്ടുണ്ട്. സോ ഗൈസ്, അപ്പോൾ ഇനി കൂടുതലൊന്നും പറയാനില്ല. എനിക്ക് എന്താ വെച്ചാൽ ഇൻഷാല്ല ഷോപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കസ്റ്റമർ ട്രസ്റ്റ് ബ്രാൻഡിങ് എന്നുള്ള സംഭവം വലിയ കാര്യമാണ്. ഞാൻ ഫസ്റ്റ് വന്ന സമയത്ത് ഞാൻ റാസിക്കിന്റെ ഷോപ്പ് ദുബായിൽ വന്ന സമയത്ത് ഞാൻ റാസിക്കിനെ ചോദിച്ചു, റാസിക്ക് ഒരു ഇത്രയും ഒരു ഉള്ള ഏരിയ ചില ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിലാണ് ഷോപ്പ് വന്നിട്ട് ഒരു കസ്റ്റമർ ഫോൺ എടുക്കണമെങ്കിൽ അങ്ങോട്ടായിട്ട് വരുന്ന കസ്റ്റമറാണ്, അല്ലാതെ ഒരിക്കലും വാക്കിംഗ് കസ്റ്റമർ അല്ല. ചില ആൾക്കാർ ഇപ്പോൾ ബ്രാൻഡിങ് എന്ന് പറഞ്ഞ സാധനം, നിങ്ങളിപ്പോൾ ഒരു ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ, ബ്രാൻഡിങ് ഡെവലപ്പ് ചെയ്യാൻ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം സെൽഫ് കോൺഫിഡൻസ് വേണം. അത് തീർച്ചയായിട്ടും എനിക്ക് എന്തെങ്കിലുമൊക്കെ ആവാൻ പറ്റും, എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു സംഭവം വേണം. അത് എവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ആൾക്കാർ നിങ്ങളെ തേടിയെത്തും. അതേമാതിരി നമ്മളെ പ്രൊഡക്റ്റിന്മേല് നമ്മൾ എന്താണോ കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്നത് മാത്രം ചെയ്യാം. അല്ലാതെ ഈ പറഞ്ഞതുപോലെ പല ആളുകൾ ബിസിനസ് ചെയ്യുമ്പോൾ സമയമുണ്ട് വില കുറച്ച് സാധനം കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങനെ ആയി കൊടുക്കുന്നത്. നിങ്ങൾക്ക് നമ്മൾ പറയാം, നിങ്ങൾക്ക് സാധനങ്ങൾ വില കുറച്ച് നിങ്ങൾക്ക് സാധനം കിട്ടും. നമ്മളിപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സാധനം റേറ്റ് ഉണ്ട്, പക്ഷെ അതിനുള്ള ക്വാളിറ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കൺഫേം. കാരണം 1 year വാറണ്ടി, അതേപോലെ നമ്മുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി നമ്മൾ പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. 1 year വാറണ്ടി, അതെ, ഒരു വർഷം വാറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട് ഇൻഷാല്ലാ. അപ്പോൾ ഇനി എന്തായാലും ഷോപ്പിൻ്റെ കാര്യങ്ങളൊക്കെ കാണാം. ഒരുപാട് സന്തോഷം, ഹാപ്പി. സോ ഗൈസ്, അപ്പോൾ ഇനി നമുക്ക് എന്താക്കാം, ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ, ഇന്നത്തെ ഫോണിൻ്റെ ഓഫർ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. കീപ് സപ്പോർട്ട്. അൽഹംദുലില്ലാ, ഷോപ്പ് അങ്ങനെ ഓപ്പൺ ആക്കി. നമ്മളെന്താ വെച്ചാൽ ഓൾറെഡി നമ്മൾ റണ്ണിങ് കസ്റ്റമറുള്ള ഷോപ്പാണ്. പിന്നെ ഇന്നലെ ബാക്കി വീഡിയോസ് ഒന്നും എടുക്കാൻ സാധിച്ചില്ല, കാരണം പുറത്ത് ഇതേപോലെ ക്ലൈമറ്റ് നല്ല മഴ ഉണ്ടായിരുന്നതിനും അതുമാത്രമല്ല നമുക്ക് ഇപ്പോൾ ഇവരെ വീട്ടുകാരെ ഉമ്മാനിപ്പറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടാക്കാൻ ഇതൊക്കെ ആയിട്ട് വീഡിയോ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ട് ഫോണിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. സോ ഇവിടെ UAE നല്ല മഴയാണ്, മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മുടെ ഷോറൂമും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ വീണ്ടും അൽഹംദുലില്ലാ പടച്ചോനെ സ്തുതിക്കുകയാണ്. കാരണം നിങ്ങളുടെ പ്രാർത്ഥന, സപ്പോർട്ടിങ്, ഈ ഒരു സംഭവങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങൾ ഇതേപോലെ തന്നെ ഞങ്ങൾ ദുബായിൽ ഷോപ്പ് തുടങ്ങിയിട്ട് 4 വർഷം. ഈ 4 വർഷം നിങ്ങൾ ഞങ്ങളെ നിലനിർത്തുന്നുണ്ട്.
ഒരുപാട് നന്ദി. അപ്പോൾ ഇനി എന്താക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോണിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഫോണിൻ്റെ ക്വാളിറ്റി 1 ഇയർ വാറണ്ടി ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടില്ല, അതൊക്കെ പറഞ്ഞുതരാം കേട്ടോ. ആ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യില്ല. ഇപ്പോൾ ഷോപ്പിൻ്റെ ലൊക്കേഷൻ നമ്മളെ ബർദുബായി തന്നെയാണ്. ബർദുബായി അൽറഫ സ്ട്രീറ്റാണിത്. ഇപ്പോൾ നമ്മളെ പഴയ ലൊക്കേഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. ലൊക്കേഷൻ വരുന്നത് അറിയാലോ, ബർദുബായി അൽറഫ സ്ട്രീറ്റ് നിയർ അൽ-ഇർഷാദ് കമ്പ്യൂട്ടർ. അതൊന്ന് കാണിച്ചു കൊടുക്കാം. അൽ-ഇർഷാദ് കമ്പ്യൂട്ടർ അത് കാണിച്ചു കൊടുക്കും. ഈ അൽ-ഇർഷാദ് കമ്പ്യൂട്ടറിൻ്റെ ഇനി നേരെ ഈ ഒരു ഓപ്പോസിറ്റ് ഒരു എൻട്രൻസ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാലാണ് നമ്മളെ ഷോപ്പ്. നമ്മളെ പഴയ ലൊക്കേഷനിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ലൊക്കേഷനിൽ ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾ വരുത്തിയിട്ടില്ല. പിന്നെ ഇതിൽ നമ്മൾ ആദ്യം തന്നെ വരുത്തിയ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെ നെയിം ബോർഡ് തന്നെയാണ്. ഇതിൽ മൊത്തമായിട്ട് ബോർഡ് പേര് തന്നെ, ഇതിൻ്റെ ബോർഡ് നമ്മൾ മാറ്റം വരുത്തി. പിന്നെ ഈ ഒരു ഡോറിൻ്റെ നിങ്ങൾക്ക് മുമ്പ് പഴയ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ എൻട്രൻസ് ഇവിടെ ആയിരുന്നു, അത് ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ചെറിയ മാറ്റങ്ങളൊക്കെ. ഇനി അകത്തോട്ട് വരുമ്പോൾ കയറിക്കും. പിന്നെ ഇവിടെ നമ്മളെ വെബ് ഇത് കണ്ടല്ലോ, ഇത് നമ്മളെ വെബ്സൈറ്റാണ്. വെബ്സൈറ്റിൻ്റെ സ്കാനർ ഞങ്ങളിവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാണാൻ മുന്നിലുള്ളൊരു ഫ്ലവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ കസ്റ്റമർക്ക് ഇരിക്കാൻ വേണ്ടി 2 ചെയർ. ഇവിടെ ശരിക്കും ആക്ച്വലി ഒരു 3 ചെയറെങ്കിലും ഇവിടെ പോകും കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഒരു ഷോപ്പ് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എത്രത്തോളം പഴയതിനേക്കാളും ഡിഫറൻസ് ആയിരിക്കണമെന്നുള്ളത്. ആദ്യത്തെ സെയിൽ കൗണ്ടർ ഇപ്പുറത്തെ സൈഡിലായിരുന്നു. നമ്മൾ ഇവിടെ നിന്നിട്ട് ഇന്ന് ഫോണൊക്കെ സെയിൽ ചെയ്ത് അത് നേരെ ഓപ്പോസിറ്റ് മാറ്റിയിട്ടുണ്ട്. അത് കാണിച്ചു കൊടുത്തു. ഓപ്പോസിറ്റ് ഇപ്പോൾ ഈ സെയിൽ കൗണ്ടർ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, നമ്മൾ ഈ ഒരു കൗണ്ടർ ഗ്ലാസ്സില്ലേ, ഈ കൗണ്ടർ ഗ്ലാസ് പണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു വലുപ്പം ഉണ്ടാവും. അതിലായിരുന്നു സാധനങ്ങൾ സെറ്റാക്കിയിരുന്നത്. അതിലും ഫോൺ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്രാവശ്യം നമുക്ക് 100 ഫോണിനടുത്ത് യൂസർ ഫോണുകളുണ്ട്. ഒരു 100 ഫോൺ എന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം ക്യാഷ് ആയിട്ടുണ്ടാവും. പിന്നെ ബ്രാൻഡ് ന്യൂ ഫോൺസ് ആയാലും നമ്മൾ അത്യാവശ്യം ബ്രാൻഡ് ന്യൂ ഫോൺസും നമ്മൾ ഇറക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മേലൊക്കെ ഈ സംഭവങ്ങളൊക്കെ ഈ 70 Pro Maxൻ്റെ കുറച്ച് ഡിസ്പ്ലേ കാര്യങ്ങൾ, ഡിസ്പ്ലേ മീൻസ് സ്റ്റിക്കറിൻ്റെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതായിട്ട് നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ കൗണ്ടറിൻ്റെ അവിടെ ആർക്യൂൻ്റെ ഈ ഒരു ലോഗോ ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മളെ ക്യാഷ് കൗണ്ടർ അന്നത്തെ ഒരു കുഞ്ഞു ബോളിലായിരുന്നു. ഇപ്പോൾ ഒന്ന് അതിൽ മാറ്റം വരുത്തിയിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ കവറൊക്കെ നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് പണ്ട് ആ സൈഡിലായിരുന്നു, അത് നേരെ മാറ്റം വരുത്തിയിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളെ റെഗുലർ ഫോളോവേഴ്സിന് നമ്മളെ ഷോപ്പിൻ്റെ മാറ്റങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളറിയാലോ. പിന്നെ ഇവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റ്, ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആർക്യൂൻ്റെ ലോഗോ, ഇവിടെ ഒരു ആപ്പിളിൻ്റെ ലോഗോ ചെയ്ത് മാറ്റിയിട്ട് നമ്മളെ ബ്രാൻഡിങ്ങിൻ്റെ ലോഗോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോർമൽ കവറാണെങ്കിൽ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഫോണിൻ്റെ കൂടെ നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന കവറുണ്ട്. അത് മാത്രമല്ല, ഒരു പ്രീമിയം കേസിലോട്ട് വരികയാണെങ്കിൽ പ്രീമിയം കേസ് ഉണ്ട്. ഇത് നമുക്ക് അത്യാവശ്യം കോസ്റ്റ് കൂടിയ കേസും ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ അകത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെ സർവീസ് സെൻറ്റർ, സർവീസിൻ്റെ ഏരിയ ഇതാണ് സർവീസിൻ്റെ ഏരിയ. ഇങ്ങനെ ഈ ഒരു സൈഡിലൊക്കെ ഇതിങ്ങനെ ആക്കിയിട്ട് സർവീസിൻ്റെ ഏരിയ സെറ്റാക്കി. ഇനി ഇവിടെ കുറച്ചും കൂടി സെറ്റാക്കാൻ കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കി. ഇനി പിന്നെ ഫോണ് ഏകദേശം ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. എല്ലാ ഫോണും 14 Pro, 15 Pro, അതേപോലെ 50 Pro Max, പിന്നെ 30 Pro Max, ഇങ്ങനെ വേണ്ട എല്ലാ സ്റ്റോക്കുകളും പുതിയതാണ്. 70 Pro, 17 ജസ്റ്റ് ആക്റ്റീവ്, 17 Pro, 17 512GB ജസ്റ്റ് ആക്റ്റീവ് എന്നിങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഇപ്രാവശ്യം ഞങ്ങൾ എന്തൊക്കെയാണ് മാറ്റം വരുത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മളെ ഈ ഒരു ഫോണിൻ്റെ ക്വാളിറ്റി അതേപോലെ തന്നെ സെയിം കീപ്പ് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല പ്രൈസിൽ നമ്മൾ ചെറിയൊരു മാറ്റങ്ങൾ പ്രൈസിലും വന്നിട്ടുണ്ട്. അതുകൂടാതെ തന്നെ 1 വർഷം വാറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, 1 വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നാട്ടിലും കിട്ടും. പിന്നെ ഓൾ GCC ഡെലിവറി ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ ലോക്കൽ കൊറിയറായിട്ട് ചെയ്യുന്നത് മാക്സ് കൊറിയർ ഇവിടെ കൊറിയർ ചെയ്യുന്നുണ്ട്. നമ്മളെ 24 ഹവറിനുള്ളിൽ നിങ്ങളെ കയ്യിൽ കിട്ടും. അപ്പോൾ ഇനി നമ്മളെ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ, ഇത് ഒരു 15 Pro, ഇത് നോക്കുക 15 Pro, അതേപോലെ 14 Pro. ഈ ഒരു സാധനത്തിൻ്റെ നീറ്റ്നെസ് നിങ്ങൾ നോക്കിക്കോ. നമ്മൾ വീഡിയോസിൽ വെറുതെ നമ്മൾ പറഞ്ഞിട്ട് ഒരിക്കലും നിങ്ങളെ കബളിപ്പിക്കലും ഇല്ല, ചെയ്യലും ഇല്ല. ഇലക്ട്രോണിക്സ് ഡിവൈസ് ആണെങ്കിൽ കംപ്ലയിൻസോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഡീൽ ചെയ്യലുണ്ട്. കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇലക്ട്രോണിക്സ് ആണ്. സോ നമ്മൾ അത്രയും നോക്കിയിട്ട് നിങ്ങൾക്ക് തരികയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ ഒരു ക്വാളിറ്റി ഉപയോഗിക്കുന്ന നിങ്ങൾക്കും ആ ഒരു ഫീല് ഉറപ്പായിട്ടുണ്ടാവും. 15 Pro USS പെക്കിനൊക്കെ 2250 ദിറംസ്, 256 2250 ദിറംസ്. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം. അത്
1 ഇയർ വാറൻറ്റിയോട് കൂടിയിട്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതേപോലെ 40 Pro 256 2050 ദിറംസിന് ബാറ്ററി 100 ഉണ്ടാവും. ബാറ്ററി ചേഞ്ചഡാണ്. കുറേ പഴയ കാലം മുമ്പ് ഇറങ്ങിയ മോഡലായതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സാധനം ഈ ഒരു സംഭവങ്ങളൊക്കെ ബാറ്ററി ചേഞ്ചഡ് കിട്ടും. 40 Pro 1 2 അല്ല, ഒരുപാടുണ്ട്. ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക്, വൈറ്റ് ആണെങ്കിൽ വൈറ്റ്, ഇത്രയും സ്റ്റോക്കുകൾ 40 Pro ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് 13 Pro 256 512GB അതേപോലെ 1TB എന്നിങ്ങനെയുള്ള സാധനങ്ങളുണ്ട്. ഇത് നോക്കി നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന സെയിം സാധനം തന്നെ, സെയിം കണ്ടീഷനുള്ള സാധനം തന്നെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. അതും ഈ ഒരു ക്വാളിറ്റിയിൽ 256 1550 ദിറംസിന് 256, 512GB 1650 ദിറംസിന് 512GB കിട്ടും. ഇപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു പ്രതിസന്ധിയിൽ സ്റ്റോക്ക് ഇറങ്ങൽ കുറവാണ്. അത് പൊതുവെ എല്ലാവർക്കും അറിയാം. പിന്നെ ഉള്ള സ്റ്റോക്കുകൾ എടുത്ത് വിൽക്കുന്ന പരിപാടികളുണ്ടാവും. പക്ഷേ എനിക്ക് അതുകൊണ്ട് താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ ഏറ്റവും നോക്കിയിട്ട് വില കൂടിയാലും കുഴപ്പമില്ല, നല്ല സാധനം കസ്റ്റമേഴ്സിന് കിട്ടാൻ വേണ്ടി എടുക്കുകയാണ്. പ്രൈസ് കാര്യങ്ങൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് കൂടുതലാണ് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കൊന്നും വേണ്ട. നിങ്ങളിപ്പോൾ കുറേ ആൾക്കാർ പ്രൈസ് കൂടുതലാണ്, അല്ലെങ്കിൽ ഇതിനെക്കാട്ടി കുറവില്ല അവിടെ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ സ്ഥലം ചൂസ് ചെയ്തിട്ട് എടുത്തോളി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിർബന്ധിക്കില്ല. ഇതിനുള്ള 1 വർഷം വാറൻറ്റിയിൽ ഞങ്ങൾ ഇപ്പോൾ ഈ യൂസർ ഫോൺ കൊടുക്കണമെങ്കിൽ അതിനുള്ള എല്ലാ ചൊറകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഏറ്റെടുക്കണം. അപ്പോൾ നമ്മൾ ഇത്രയും പൈസ കൊടുത്തിട്ട് ഒരു നല്ല മുതലെടുക്കാനല്ല നമ്മൾ എപ്പോഴും നോക്കേണ്ടി. അത് നിങ്ങൾ നോക്കുക. പ്രൈസ് ഇതാണ് ഈ ഒരു ക്വാളിറ്റിയിൽ. ഇതൊക്കെ 100 ബാറ്ററി ചേഞ്ചാണ്. 30 Pro 512 അതേപോലെ 256. പിന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ സാറേ 50 Pro Max 256 ഉണ്ട്. ഇതിൽ തന്നെ 1TB ഉണ്ട്. 3050 ദിറംസിന് 1TB നിങ്ങൾക്ക് സ്വന്തമാക്കാം. 256GB നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. ഇതൊക്കെ നല്ല നീറ്റ് കണ്ടീഷൻ സാധനങ്ങൾ കേട്ടോ. പിന്നെ അതേപോലെ 15 Pro 512GB ഉണ്ട്. അതേപോലെ തന്നെ 13 Pro പിന്നെ 17 Pro പുതിയതുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നോക്കാം ഇഷ്ടംപോലെ സ്റ്റോക്കുകളുണ്ട്. 11 Pro ഉണ്ട്, ചെറിയ കുഞ്ഞു മോഡലിൽ 13 ഉണ്ട്. അങ്ങനെ കണ്ടമാനം സ്റ്റോക്കുകളുണ്ട്. ഞാൻ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിൽ അതേപോലെ ടിക്ടോക്കിലൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ സ്റ്റോറിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ. ഇനി ഒരുപാട് പ്രൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാനുണ്ട് കേട്ടോ. നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ കൊറിയറാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഇപ്രാവശ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സാധനങ്ങൾ നോക്കിയിട്ട് എടുത്തോളി, ഓർഡർ ആക്കിക്കോളി. താഴെ ഷോപ്പിൻ്റെ നമ്പർ കൊടുക്കേണ്ട ലൊക്കേഷൻ പറഞ്ഞിട്ട് നമുക്ക് ബ്രാഞ്ചസ് വരുന്നത് ദുബായ്, അബുദാബി, തിരൂർ, നാട്ടിൽ ഇന്ത്യയിലാണെങ്കിൽ തിരൂർ, കാലിക്കറ്റ് 4 ഷോറൂമുണ്ട്. നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു ഫോൺ യൂസർ ഫോൺ ഏത് പ്രവാസികൾ ഏത് ആൾക്കാർ പർച്ചേസ് ചെയ്യുകയാണെങ്കിലും നാട്ടിൽ വാറൻറ്റിക്ക് ക്ലെയിം ചെയ്യാം. ഇനി നാട്ടിലുള്ള സുഹൃത്തുക്കളാണ് നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ പറഞ്ഞോളി. ഇവിടുന്ന് സ്റ്റോക്ക് എടുത്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാം. അവിടെ നിന്ന് നമുക്ക് വാറൻറ്റി ക്ലെയിം ചെയ്യാൻ പറ്റും. പിന്നെ പേയ്മെൻറ്റിൻ്റെ കാര്യം ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്. ഗൂഗിൾ പേ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. സൗദിക്കാണെങ്കിൽ അതും ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് എല്ലാത്തിനും ഉപരി ഇട്ടാബി, തമാര ഓപ്ഷൻസ് നമ്മൾ അവൈലബിൾ ആണ്. അതായത് EMI സൗകര്യങ്ങളുണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു സമയത്തും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. കാരണം ഇവിടെ ക്ലോസ് ചെയ്ത റിനോവേഷൻ ടൈമിൽ വരെ ഞങ്ങൾ സെയിൽ നടത്തിയിട്ടുണ്ട്. അത് ഏറ്റവും വലിയ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളാണ്, നിങ്ങൾ സപ്പോർട്ടിംഗ് ആണ്. സോ ഗൈസ് ഒരുപാട് നന്ദി. അപ്പോൾ ഇനി കൂടുതൽ ഫോണിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരണ്ട് ഇൻഷാ അല്ലാ. സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ